ഇതെല്ലാം ഇടിച്ച് തള്ളി താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക. അന്നേരം ഇത് താഴോട്ട് പോകുമ്പോൾ തന്നെ നമുക്കിപ്പോൾ ഇവിടെ ഈ പ്രദേശത്ത് ഇപ്പോൾ ഇടിക്കുന്ന താമസം ഉണ്ട്. താമസം കൊണ്ട് ഈ ആൾക്കാർക്കെല്ലാം വളരെ വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തുടർച്ചയായ മഴ, കല്ലടയാറിന്റെ തീരത്ത് മലയിടിച്ചിൽ, സമീപവാസികൾ പരിഭ്രാന്തിയിലായിരിക്കുന്നു. തുടർച്ചയായി പെയ്ത മഴയിൽ കല്ലടയാറിന്റെ ഉയർന്ന തീരം റോഡിനോട് ചേർന്ന് ഇടിഞ്ഞത് പരിഭ്രാന്തിക്കിടയാക്കി. ചെറുപയ്യ പനാറുവിള കാവിള കടത്തുകടവ് റോഡിൽ കാവിള ഭാഗത്തെ ഇരുളുമലയുടെ ഒരു ഭാഗമാണ് കഴിഞ്ഞ ദിവസം 70 അടിയോളം ഉയരത്തിൽ നിന്ന് ആറ്റിലേക്ക് ഇടിഞ്ഞു വീണത്. ഇവിടെയുണ്ടായിരുന്ന മരങ്ങൾ ഉൾപ്പെടെ ഒടിഞ്ഞ് നിലംപൊത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസം പുലർച്ചെ 2:30-ഓടെയാണ് സംഭവം. 30 അടിയോളം ദൈർഘ്യത്തിൽ റോഡിന്റെ വശം ഇടിയുകയും 60 അടിയോളം ദൈർഘ്യത്തിൽ റോഡരികിൽ വിള്ളൽ വീഴുകയും ചെയ്തു. ഇതിനോട് ചേർന്ന് നിൽക്കുന്ന വൈദ്യുത പോസ്റ്റുകൾ കഷ്ടിച്ചാണ് മഴയിടിച്ചിൽ നിന്ന് രക്ഷപ്പെട്ടത്. റോഡിനോട് ചേർന്ന ഭാഗമായതിനാലും സമീപത്ത് വീടുകൾ ഉള്ളതിനാലും പ്രദേശവാസികൾ പരിഭ്രാന്തരായി. വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടാകുമോ എന്നായിരുന്നു ആശങ്ക. പഞ്ചായത്ത് പ്രസിഡന്റ് വി രാധാകൃഷ്ണൻ, വില്ലേജ് ഓഫീസർ ആർ പ്രിയ, പുത്തൂർ SI TJ ജയേഷ്, വാർഡംഗം ബൈജു ചെറുപയ്യ എന്നിവർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. നിലവിൽ ആശങ്കയ്ക്ക് വകയില്ലെന്നും മണ്ണിടിച്ചിൽ തുടർന്നാൽ സമീപവാസികളെ മാറ്റിപ്പാർപ്പിക്കാനും തീരുമാനിക്കുകയുണ്ടായി. പ്രദേശവാസികൾക്ക് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകി. KSAB അധികൃതർ രാവിലെ തന്നെ സ്ഥലത്തെത്തി ഇവിടെയുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരുന്നു. വൈദ്യുത ലൈനുകൾക്ക് മുകളിലേക്ക് അപകടകരമായി കിടന്ന മരച്ചില്ലകൾ മുറിച്ചു നീക്കുകയും ചെയ്തു. പനാറുവിള ഭാഗത്തു നിന്നു കാവിള ഭാഗത്തേക്കുള്ള കോൺക്രീറ്റ് റോഡിന്റെ വശമാണ് ഇടിഞ്ഞത്. റോഡിന്റെ പകുതിയോളം എത്തുമ്പോൾ വലതുവശത്ത് വലിയ ആഴമാണ്. ഇതിന്റെ ഭാഗമാണ് ഇരുളുമല. ഇവിടെ മരങ്ങളും കാടും നിറഞ്ഞ കാവ് പോലെയാണ് ഭാഗം. താഴെ കല്ലടയാറ്. ചില ഭാഗങ്ങളിൽ 70 അടിയോളം കൂടുതൽ ഉയരമുണ്ട്. ഇത്രയും ഉയരത്തിൽ നിന്ന് മണ്ണിടിച്ചിൽ വീണ്ടും ഉണ്ടായാൽ റോഡ് ഉൾപ്പെടെ ഇടിഞ്ഞു പോകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. റോഡിന്റെ മറ്റു തരത്തിലുള്ള സംരക്ഷണവും ഇല്ല. മാസങ്ങൾക്ക് മുൻപ് ഇവിടെ റോഡിന്റെ ഒരു വശത്ത് ജലജീവൻ മിഷൻ പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ കുഴിയെടുത്തിരുന്നു. കുഴി മൂടിയെങ്കിലും പഴയതുപോലെ കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചില്ല. മഴ പെയ്യുമ്പോൾ ഈ ചാലിൽ വെള്ളം താഴാറുണ്ട്. അങ്ങനെ വെള്ളം താഴ്ന്നുണ്ടായ മർദ്ദം കൊണ്ടാണോ മണ്ണിടിച്ചിലിൽ ഉണ്ടായത് എന്നാണ് നിങ്ങൾ അറിയാൻ തുടങ്ങിയത്? 2 മണി വരെ തുടങ്ങി, രാത്രി 2 മണി വരെ വലിയ ശബ്ദമായിരുന്നു. ഇടിഞ്ഞു വന്നു കഴിഞ്ഞാൽ, മുന്നോട്ട് ഇടിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല, താമസിക്കത്തില്ല. അങ്ങനെയുള്ള പ്രശ്നത്തിരിക്കോ, നീങ്ങി ഇറങ്ങി പോവില്ല. അധികാരികളാരും പഞ്ചായത്ത് അധികാരികളൊക്കെ വന്നായിരുന്നു. അവരോട് പറഞ്ഞു, ഇവരൊക്കെ വന്നായിരുന്നു. അവരോടൊക്കെ പറഞ്ഞു. അവരെന്താ പറഞ്ഞു? ഒരു എല്ലാം കാര്യങ്ങൾ പറഞ്ഞു നോക്കിയിട്ട് പോയിട്ട് അതിന്റെ എല്ലാരും കൂടെ വരണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ ഈ ഇരുളുമലയിൽ എന്ന് പറയുമ്പോ ഇപ്പം എള്ളുമല ചെറുപയ്യ ഇരുളുമലയിൽ എന്ന് പറയുമ്പോ ഇപ്പം പിന്നെ ഇത്തരത്തിൽ ഉരുള് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് സംഭവം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇടിച്ച് തള്ളി താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക. അന്നേരം ഇത് താഴോട്ട് പോകുമ്പോൾ തന്നെ നമുക്കിപ്പോൾ ഇവിടെ പ്രദേശത്ത് ഇപ്പൊ ഇടിക്കുന്ന താമസം ഉണ്ട്. താമസം കൊണ്ട് ഈ ആൾക്കാർക്കെല്ലാം വളരെ വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അന്നേരം അധികൃതരെ എല്ലാം നമ്മൾ ഇതുവരെ എല്ലാ കാര്യങ്ങളും അറിയിച്ചിട്ടുണ്ട്. രാവിലെ പോലെ തന്നെ എല്ലാവരും ഫോൺ ചെയ്ത് കാര്യങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ തുടർന്നുള്ള ഈ കാരണം ഇവർക്ക് ഇപ്പം സുരക്ഷിതമായിട്ട് ഇവിടെ താമസിക്കത്തക്ക സൗകര്യമാണ് ഉണ്ടാവേണ്ടത്. അന്നേരം ആ ഒരു സൗകര്യം ഒരുക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അന്നേരം അതിന് ഇവിടെ എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് മേജർ ഇറിഗേഷൻകാരാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. കാരണം അവരുടെ ഒരു പോർഷനാണ് ഇത് വരുന്നത്. കാരണം കരടയാറിന്റെ തീരമാകുമ്പം അവർക്കുള്ള അധീനതയിലാണ് ഇത് വരുന്നത്. അന്നേരം ഈ ഒരു കാര്യമുണ്ട്. അന്നേരം അതിനനുസരിച്ച് അവരോട് അതിന് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്ത് ഇവർക്ക്, കാരണം പറഞ്ഞാൽ ഈ റോഡൊക്കെ ഇപ്പം ഉളർന്നു പോകുന്ന ഒരു അവസ്ഥയിലൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കേണ്ടത്. കാരണം റോഡിന്റെ സൈഡ് വരെ ഉളർന്നു നിൽക്കുകയാണ്. ഈ ഒരു അവസ്ഥയുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കി എന്താണ് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ അധികൃതർ എത്രയും പെട്ടെന്ന് തന്നെ വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. നമ്മൾ ഇവിടുത്തെ മെമ്പറാണ്. അതെ, വാർഡ് മെമ്പറാണ്. പേര് ബൈജു ചെറുപയ്യ. ഇത് എത്ര മണി വരെ? ഇത് വെളുപ്പിനെ 2 മണി മുതൽ തുടങ്ങിയതാണ്. 2 മണി. പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം മാറ്റം ഉണ്ടാകാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലാവസ്ഥ വ്യതിയാനവും മഴയും കാര്യങ്ങളും ഇതെല്ലാം കൂടെ എല്ലാതിനകത്ത് ഭാഗമൊക്കെ ആയിരിക്കാം. പക്ഷെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ ഒക്കുന്നില്ല. കാരണം നമുക്കിപ്പം നിലവിലുള്ള അവസ്ഥയിൽ ഇതൊക്കെയാണ്. മഴ ക്രമാതീതമായി പെയ്തപ്പോൾ ആ ഒരു ഇത് വെച്ചുകൊണ്ടുള്ള ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. സമീപസ്ഥരായവരെ പാർപ്പിക്കേണ്ടതായ ആവശ്യകതയുണ്ടോ? ആവശ്യകത ചിലപ്പോൾ ഈ റോഡൊക്കെ തള്ളി പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വേണ്ടി വരും. കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇപ്പൊ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് അങ്ങോട്ട് പോകാനൊക്കെ സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ മാറ്റി തറപ്പിക്കേണ്ട വന്നു കഴിഞ്ഞാൽ അത് ചെയ്യണം. എന്തായാലും അത്
അധികൃതരോട് വന്നെങ്കിൽ മാത്രമേ അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് കാര്യങ്ങൾ എന്താ വേണ്ട ചെയ്യാൻ പറ്റും. വശങ്ങളിൽ പോസ്റ്റൊക്കെ ഉണ്ടല്ലോ, ഏതാണ്ട് പോസ്റ്റുകളൊക്കെ ഉണ്ട്. പോസ്റ്റുകളൊക്കെ ഉണ്ട്. ഈ പോസ്റ്റ് എൽസിറ്റി അറിയിച്ചായിരുന്നു. ഇലക്ട്രിസിറ്റി രാവിലെ തന്നെ അറിയിച്ചു. അവര് രാവിലെ വന്നിട്ട് അവിടേക്ക് ഒരു ലൈൻ കട്ട് ചെയ്തിട്ടിട്ട് പോയി എന്നുള്ളതല്ലാതെ ബാക്കി തുടർന്നുള്ള ഇതിനകത്ത് ഇപ്പൊ ഇതിന് ഈ ലൈനിന്റെ മണ്ടയ്ക്ക് ഈ കമ്പുകൾ വീഴത്തില്ലായിരുന്നു. കാരണം വലിയ വള്ളികൾ ഇതിനകത്ത് മേഞ്ഞ് കിടന്നതാണ്. ആ മേഞ്ഞ് കിടന്നത് രാവിലെ ഒന്ന് കട്ട് ചെയ്യാൻ പറഞ്ഞൊക്കെ അവർ ഇതുവരെ അത് വന്ന് അത് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയിട്ടില്ല. ഞങ്ങൾ പറഞ്ഞ അതിനനുസരിച്ചുള്ള മെഷീനറികൾ നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ അതുപോലെ ചെയ്യാൻ കഴിയുന്നില്ല. ഒരു നിരുത്തരവാദപരമായ പ്രവർത്തിയാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും വട്ടം വിളിച്ചിറക്കിയും അവര് വേണ്ട ഒരു ശ്രദ്ധ ഇതിന് കൊടുത്തിട്ടില്ല എന്നത് വസ്തുതാപരമായ സത്യമാണ്. കാരണം KSEBിയില് അവിടുത്തെ ഉദ്യോഗസ്ഥരെ നമ്മൾ വിളിച്ചു കഴിയുമ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന നിരുത്തരവാദപരമായ സമീപനം അത് നമുക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറത്താണ്. കാരണം അത്തരത്തിലുള്ള ഒരു നിലപാട് അവർ സ്വീകരിക്കുന്നത് മൂലം ഇപ്പൊ നഷ്ടം ഉണ്ടാകുന്നത് ഇപ്പൊ 3 പോസ്റ്റ് സഹിതം 3-4 പോസ്റ്റ് സഹിതം ഇപ്പൊ ഒടിച്ച് ആറ്റിപ്പോന്ന കണ്ടീഷനിലേക്ക്. ഇത് പുത്തൂർ എലക്ട്രിസിറ്റിയുടെ പുത്തൂർ